വീറും വാശിയും നിറഞ്ഞ പോരാട്ടം കഴിഞ്ഞു. ഇനി വിധിയറിയാൻ നെഞ്ചിടിപ്പോടെ കാത്തിരിപ്പ്. വോട്ടെണ്ണലിന് എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ പറഞ്ഞു. പ്രേക്ഷകർക്കായി വോട്ടെണ്ണലിന്റെ ഓരോ ക്രമീകരണത്തിലും മീഡിയ ടൈം വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് തത്സമയം ഫലങ്ങൾ അറിയിക്കും. 2 ഘട്ടമായി നടന്ന തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ 244 കേന്ദ്രങ്ങളിൽ ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ഉച്ചയോടെ എല്ലാ ഫലവും അറിയാനാകുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. എണ്ണി തുടങ്ങി അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ ആദ്യ ഫലസൂചനകൾ അറിയാം. വോട്ടെണ്ണലിന് എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള പീഡന ആരോപണം, ശബരിമല സ്വർണ്ണക്കൊള്ള തുടങ്ങിയ വിവാദങ്ങൾ നിലനിൽക്കുന്നതിനാൽ വിജയാഹ്ലാദത്തിനിടെ സംഘർഷത്തിന് സാധ്യതയുണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട്. സുരക്ഷാ ക്രമീകരണം ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലകളിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ: തിരുവനന്തപുരം 16, കൊല്ലം 16, പത്തനംതിട്ട 12, ആലപ്പുഴ 18, കോട്ടയം 17, ഇടുക്കി 10, എറണാകുളം 28, തൃശൂർ 24, പാലക്കാട് 20, മലപ്പുറം 27, കോഴിക്കോട് 20, വയനാട് 7, കണ്ണൂർ 20, കാസർഗോഡ് 9, ആകെ 244. വോട്ടെണ്ണലിന്റെ ക്രമീകരണം ഇങ്ങനെയാണ്. ആദ്യം വരണാധികാരിയുടെ ടേബിളിൽ തപാൽ ബാലറ്റ് എണ്ണിത്തുടങ്ങും. തുടർന്ന് EVMലെ വോട്ടുകളും കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ആദ്യം ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ വോട്ട് നിലയും തുടർന്ന് ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെയും വോട്ട് വിവരം കിട്ടും. ഒരു വാർഡിലെ തപാൽ ബാലറ്റുകളും ബൂത്തുകളിലെ വോട്ടുകളും എണ്ണിത്തീരുന്ന മുറയ്ക്ക് ഫലപ്രഖ്യാപനം നടത്തും. വോട്ടെണ്ണലിന്റെ ഓരോ ക്രമീകരണത്തിലും മീഡിയ ടൈം വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് തത്സമയം പ്രേക്ഷകർക്കായി ഫലങ്ങൾ അറിയിക്കും. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും മീഡിയ ടൈം ഒരുക്കി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം.